Now we are moving to the next topic, that is median. It is another measure of central tendency. As the name indicates, median is nothing but it is a middle point of an observations when observations are arranged either in ascending or descending order of their magnitude. ഇപ്പോൾ നമ്മൾ മീഡിയൻ എന്ന് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കൂട്ടം ഒബ്സർവേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒബ്സർവേഷൻസിനെല്ലാം ഒന്നെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് അല്ലെങ്കിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്നുള്ള ഓർഡറിലാക്കിയിട്ട് എഴുതിയ ശേഷം അതിൽ നിന്ന് നമ്മൾ എടുക്കുന്ന മിഡിൽ വാല്യൂവിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് പറയുന്നത്. സോ this median, the calculation of the median is different in both continuous and discontinuous series. നമ്മൾ മീനിൽ അരിത്തമാറ്റിക് മീനിൽ കണ്ട പോലെ തന്നെ ഇവിടെ എന്ന് പറഞ്ഞെങ്കിൽ മീഡിയത്തിൻ്റെ കാൽക്കുലേഷൻ, അതായത് നമുക്കൊരു ക്ലാസ് ഇൻ്റർവെല്ലായിട്ട് തരുന്ന കണ്ടിന്യൂസ് സീരീസിലും അതുപോലെ ഇൻഡിവിജ്വൽ ആയിട്ട് തരുന്ന ഡാറ്റ, അതായത് ഡിസ്കണ്ടിന്യൂസ് സീരീസിലും ഈ മീഡിയൻ എന്ന് പറയുന്ന സെൻട്രൽ ടെൻഡൻസിയുടെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ്. In the case of ungrouped discrete series, അപ്പം ആദ്യം പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വൽ ഡാറ്റ നമുക്ക് തരുവാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ അൺഗ്രൂപ്ഡ് ഡാറ്റ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് സീരീസ് വെച്ചിട്ട് നമ്മൾ പറയുന്നത്. ഫസ്റ്റ്, arrange the data in either ascending or descending order of magnitude. If the number of observation is odd, the value of the middlemost item is the median. And however, if the number of observation is even, the arithmetic mean of the two middlemost item is taken as the median. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഒബ്സർവേഷനിൽ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഈ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതിയ ശേഷം നമ്മളിത് എത്ര നമ്പർ ഓഫ് വാല്യൂസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ് തന്നിട്ടുള്ളത് എന്നുള്ളത് കൗണ്ട് ചെയ്യുമ്പോൾ ചിലതിൽ നമുക്ക് ഓഡ് നമ്പർ ആയിരിക്കും തരിക, അതായത് 1, 3, 5, 7, 9 അങ്ങനെ ഒറ്റ സംഖ്യയിലും, ചിലത് നമുക്ക് എന്തിലും കിട്ടും, ഈവൻ നമ്പറിലും കിട്ടും, അതായത് ഇരട്ട സംഖ്യയിലായിരിക്കും നമുക്ക് അതിൻ്റെ എന്ത് കിട്ടുന്നത്, മാഗ്നിറ്റ്യൂഡ് കിട്ടുന്നത്. അപ്പം ഇങ്ങനത്തെ രണ്ട് സിറ്റുവേഷൻ വരുവാണെങ്കിലും രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഒബ്സർവേഷൻ എടുത്ത് നോക്കാം. ഇതൊരു ഒബ്സർവേഷൻ ആണ്, ഇതൊരു ഒബ്സർവേഷൻ ആണ്. ഈ ഒരു കേസ് നോക്കൂ, ഇതിൽ എത്ര ഒബ്സർവേഷൻ ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9. സോ ദിസ് ഇസ് എന്താണ്, ഇത് ഓഡാണ്, ഓഡ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. ഇത് നോക്കൂ, ഇതിലെങ്ങനെയുണ്ട്, ഇതേപോലെ തന്നെ അഡീഷണൽ ആയിട്ട് പറഞ്ഞുകൊണ്ടുണ്ട്. സോ ദിസ് ഇസ് 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പം ദിസ് ഇസ് ഈവൻ അല്ലേ, ഇതൊരു ഒബ്സർവേഷൻ ഉള്ളത് ഈവൻ ആണ്. അപ്പം ഇങ്ങനത്തെ ഈവൻ നമ്പറിലാണ് നമുക്ക് ഒബ്സർവേഷൻ കിട്ടുന്നെങ്കിൽ നമ്മൾ കൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വേറൊരു ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. When n is odd, the n+1/2th observation is the median. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ആണ് n+1/2th observation. അതായത് ഇവിടെ n എന്ന് പറയുന്നത് എത്രയാണ്, ഈ ഒരു കേസിൽ 9 ആണ്. 9 + 1/2 മീൻസ് 9 + 1 10. 10/2 മീൻസ് 5th ഒബ്സർവേഷൻ ആയിരിക്കും ഈ ഒരു പെർട്ടിക്കുലർ ഒബ്സർവേഷൻ്റെ മീഡിയൻ എന്ന് പറയുന്നത്. Then when n is even, in this case there are two middle terms are there, n/2th and n/2 + 1th item. The median is the average of these two terms. ഇങ്ങനെ ഈവൻ ഒബ്സർവേഷൻസ് വരികയാണെന്നുവെച്ചെങ്കിൽ നമ്മൾ ഡാറ്റനെ അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതിയ ശേഷം n/2 പറഞ്ഞാൽ ഇവിടെ n എന്ന് പറയുന്നത് എത്രയാണ്, 10 ആണ്. അപ്പം 10/2th ഒബ്സർവേഷൻ, അതായത് 10/2 മീൻസ് 5th observation plus n/2 plus 1, that is n/2 means 10 divided by 2, that is 5 plus 1, 5 plus 1, that is 6th observation. അപ്പോൾ ഈവൻ ആകുമ്പോൾ n/2th observation plus n/2 plus 1th observation divided by 2 ആണ് നമ്മൾ എടുക്കേണ്ട ഫോർമുല. ഈ മീൻ ഓഡ് ആണെച്ചെങ്കിൽ, ഓഡ് ഒബ്സർവേഷൻ ആണ് കിട്ടുവെച്ചെങ്കിൽ n+1/2th ഒബ്സർവേഷൻ ആണ് കിട്ടേണ്ട മീഡിയൻ. കുറച്ചും കൂടി ഈസി ആയിട്ട് നമ്മളൊരു പ്രോബ്ലം വെച്ചിട്ട് പറയാം. ഇപ്പോൾ ഫസ്റ്റ് കേസ് എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഈ രണ്ട് പ്രോബ്ലത്തിൻ്റെയും മീഡിയൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് കേസിൽ 21, 12, 49, 37, 88 അപ് ടു ഇത്. അപ്പോൾ ആദ്യം തരാനുള്ള അറേഞ്ച് ദ ഡാറ്റ ഇൻ ഓർഡർ. ആദ്യം അസെൻഡിങ് ഓർഡർ, അതായത് ചെറിയ സംഖ്യകൾ ആദ്യം എഴുതിയിട്ട് പിന്നെ വലുതിലേക്ക് പോവാം. 88 ആണ് ലാർജ്, 12 ആണ്
ലോവസ്റ്റ് വാല്യൂ എന്ന്. അപ്പോൾ 12, 21, 37 അങ്ങനെ എഴുതാം. അതിനുശേഷം ഇത് ഒരു ഓഡ് നമ്പർ ഒബ്സർവേഷൻ ആയതുകൊണ്ട് നമ്മളുടെ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് m is equal to n plus 1 by 2th observation, that is 9 plus 1 by 2th observation, 5th observation. ഈ ഒരു അസെൻഡിങ് ഓർഡറിൽ എഴുതിയ ശേഷം അതിലത്തെ അഞ്ചാമത്തെ ഒബ്സർവേഷൻ ആണ് ഇതിന്റെ മീഡിയൻ, ദാറ്റ് is 1, 2, 3, 4, 5. So 49 is the observation, the 5th observation, and this will be the median. Okay, then second question, here this is observation is even, so we need to arrange, first of all we need to arrange this in the ascending order, that 29 ആണ് lowest, then 86, 88, 91 ആണ് ഇതിലത്തെ highest value. So even ആയതുകൊണ്ട് നമുക്ക് ഇവിടെ n എന്ന് പറയുന്നത് 10 ആണ്. So median വന്നത് n by 2th plus n by 2 plus 1th observation ആണ്. അപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ ഇവിടെ 5th observation ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 6th observation ആണ് കിട്ടുക. സോ ആവറേജ് ഓഫ് 5th ആൻഡ് 6th observation ആണ് നമ്മുടെ റിസൾട്ട്. അതായത് 61 ആണ് നമ്മുടെ 5th observation. 1, 2, 3, 4, 5. This is 5th observation. Then 6th observation was 70. So 61 plus 70 divided by 2. So we will get 65. So 65 will be the median of this particular observation. ഈ അഞ്ചാമത്തെയും ആറാമത്തെയും ഒബ്സർവേഷൻ ആഡ് ചെയ്തിട്ട് അതിന്റെ ആവറേജ് എടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഈവൻ ആയിട്ട് കിട്ടിയിട്ടുള്ള ഒബ്സർവേഷന്റെ മീഡിയൻ കിട്ടുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ്. ഇങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡാറ്റ തരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു അൺഗ്രൂപ്പ്ഡ് ഡാറ്റ തരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് കണ്ടത്. ദെൻ ഗ്രൂപ്പ്ഡ് ഡാറ്റ വരുമ്പോൾ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് സീരീസ് വരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ നോക്കുക, analyze ചെയ്യാൻ നോക്കുക. First arrange the data in either ascending or descending order of magnitude. Then a table is prepared showing the corresponding frequencies and cumulative frequencies. ഇപ്പം നമ്മൾ മീനിൽ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരു ഒബ്സർവേഷൻ തരികയാണെങ്കിൽ ഇതായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ആദ്യം നമ്മൾ അതിനെ ഒബ്സർവേഷനും വേരിയബിളും അതിൻ്റെ ഫ്രീക്വൻസി ആയിട്ട് ഇങ്ങനെ രണ്ട് കോളത്തിൽ ആണ് റെപ്രസെൻറ്റ് ചെയ്തിരുന്നത് അരിത്മെറ്റിക് മീനിൽ. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ ഒരു അഡീഷണൽ ആയിട്ട് ഒരു കോളം കൂടി നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഇതിന് പറയുന്ന പേരാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫ്രീക്വൻസിയിൽ നമ്മൾ കണ്ടെത്തേണ്ട ഫ്രീക്വൻസിയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞെങ്കിൽ. അപ്പം എങ്ങനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഇത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും പിന്നെ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റയും വെച്ചിട്ട് നമ്മൾ ഒരു കാൽക്കുലേഷൻ ചെയ്യുന്നുണ്ട്. ഇത് വെച്ചിട്ടാണ് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന. ജസ്റ്റ് ഫോർമുല ഞാൻ പറയാം. m is equal to n plus 1 by 2th or n is equal to sigma fi. ഇതാണ് നമ്മളുടെ ഫോർമുല. ഇതിലേക്ക് തിരിച്ചു തരാൻ ആകുമ്പോൾ നമ്മൾ ആദ്യം നമ്മളുടെ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഫൈൻഡ് ദ മീഡിയൻ ഫോർ ദ ഫോളോയിങ് ഡാറ്റ. ഈ ഒരു ഒബ്സർവേഷന് വേണ്ടിയിട്ടുള്ള റിസൾട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്പർ ഓഫ് ഫിഷസ്, ദാറ്റ് ഇസ് എക്സ്. ദെൻ നമ്പർ ഓഫ് പോൺസ്, കറസ്പോണ്ടിങ് പോൺസ് എത്ര എന്നുള്ളത് ഇവിടെ കൊടുക്കുക. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയും ആദ്യം നമ്മൾ എന്ത് ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ നമ്മളുടെ എക്സ് വേരിയബിളിനെ അറേഞ്ച് ചെയ്യണം. അതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി. ഇപ്പോൾ 80 ആണെങ്കിൽ 60 ആണ്, 100 ആണെങ്കിൽ 24 ആണ്, 150 ആണെങ്കിൽ 26 ആണ്, അങ്ങനെ എഴുതുക. 250ലാണ് ലീസ്റ്റ് ഫ്രീക്വൻസി വരുന്നത്, ദാറ്റ് ഇസ് 6. Then additional ആയിട്ട് ഒരു ടേബിളും കൂടി നമ്മൾ ആഡ് ചെയ്യുക, ദാറ്റ് ഇസ് കോൾഡ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെയാണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിലത്തെ ഫ്രീക്വൻസി അതുപോലെ തന്നെ എഴുതുക. സെക്കൻഡ് ക്ലാസ്സിലത്തെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ക്ലാസ്സിലെ ഈ ഫ്രീക്വൻസിയും ഫസ്റ്റ് ക്ലാസ്സിലെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും കൂടി ആഡ് ചെയ്യുക, ദാറ്റ് ഇസ് 24 plus 16. സോ യു വിൽ ഗെറ്റ് 40. നെക്സ്റ്റ് കാണുന്നത് 26 പ്ലസ് സെക്കൻഡ് ക്ലാസ്സിലത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, ദാറ്റ് ഇസ് 26 plus 40, ദാറ്റ് ഇസ് 66. അങ്ങനെ 30 മൂന്നാമത്തെ ആകുമ്പം നാലാമത്തെ ആകുമ്പോൾ മൂന്നാമത്തെ ക്ലാസ്സിലത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആഡ് ചെയ്യുക, ദാറ്റ് ഇസ് 30 plus 66, ദാറ്റ് ഇസ് വി വിൽ ഗെറ്റ് 96. അങ്ങനെ ടോട്ടൽ ഇങ്ങനെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എല്ലാം കണ്ട ശേഷം നമ്മൾ n എന്ന് പറയുന്നത് എത്രയാണ്, അപ്പം 120 ആണ്, 122 ആണ്. 122 ഇസ് ആക്ച്വലി ഒരു ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 122. ദിസ് ഇസ് ആൻ ഈവൻ. അപ്പോൾ ഈവൻ ആണ് നമ്മുടെ ഒബ്സർവേഷൻ ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട സെക്കൻഡ് ഫോർമുലയാണ്, ദാറ്റ് ഈസ് ആവറേജ് ഓഫ് n by 2
and n by 2 by 2 plus 1th observation. That means we will get 61th and 62 observation. 61 observation 62 observation എന്ന് പറയുന്നത് ആക്ച്വലി മീഡിയൻ വരുന്നത് ഏതിലാണ്? 66ഉം 66ഉം ഏകദേശം ഈ ഒരു cumulative frequency ഈ ഒരു റേഞ്ചിലാണ് വരുന്നത്. That means 150 plus 150 divided by 2. So we will get 150. So the median is 150. 61 എന്ന് പറയുന്നത് ഇവിടെ നോക്കിയിട്ടാണ് എടുക്കുന്നത്. 61, 62 ഏകദേശം 66 എന്ന് പറഞ്ഞിട്ടുള്ള ഈ cumulative frequencyയുടെ റേഞ്ച് ആയതുകൊണ്ട് അതിന് നേരെയുള്ള നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ് നമ്മൾ എടുത്തത്. അതിനെ നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്തിട്ട് ആവറേജ് കിട്ടുമ്പോൾ we will get 150. Okay. So this is a case in the case of group ആയിട്ട് നമുക്കൊരു ഡാറ്റയെ ഗ്രൂപ്പ് ആക്കി തരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. Then continuous series. Continuous series എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ എപ്പോഴും ആലോചിക്കുക, continuous series എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ക്ലാസ് ഇന്റർവെൽ നമുക്ക് തരും. എന്നിട്ട് ആ ക്ലാസ് ഇന്റർവെല്ലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈ മീഡിയന്റെ കേസിലാണെങ്കിൽ ഒരു മീഡിയൻ ക്ലാസ്സിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, മീഡിയൻ ക്ലാസ്സിനെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ നിന്നാണ് നമ്മൾ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് ഇന്റർവെൽസ് തരുന്ന സമയത്ത് എങ്ങനെയാണ് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് m is equal to n plus n by 2 minus c divided by fm into I. ഈ L എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ഓഫ് ക്ലാസ് ഇൻ വിച്ച് ദ മീഡിയൻ ലൈസ്. Capital N means total number of frequency. FM means frequency of the median class, and C is the cumulative frequency of the class which is preceding in the median class, and I is the width of the class interval in which the median lies. അപ്പം ഇത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാം. Find the median class of the data given below. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ കുറച്ച് നേരത്തെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ക്ലാസ് ഇന്റർവെൽ ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒബ്സർവേഷനും അതിന്റെ ഫ്രീക്വൻസി ആയിരുന്നു അല്ലേ. നോക്കൂ, ഒബ്സർവേഷനും അതിന്റെ ഫ്രീക്വൻസി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. പക്ഷെ ഇവിടെ ആണെങ്കിൽ എന്താണ് അതിന്റെ വ്യത്യാസം? എന്താ, ഇവിടെ നമുക്ക് ക്ലാസ് ഫ്രീക്വൻസി ക്ലാസ് ഇന്റർവെൽ തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്? ക്ലാസ് ഇന്റർവെൽസ് വരുമ്പോൾ എപ്പോഴും നമ്മൾ അതിന്റെ മിഡ് വാല്യൂ എടുക്കും അല്ലേ. അരിത്മാറ്റിക് മീനിൽ ചെയ്ത പോലെ തന്നെ ആദ്യം 50 to 25, 25 to 35 അങ്ങനെ ചെയ്ത് 65 to 75 വരെ ചെയ്ത് അതിന്റെ കറസ്പോണ്ടിങ് മിഡ് വാല്യൂസ് എടുത്തു. പിന്നെ അതിന്റെ ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുണ്ട് 4, അത് എഴുതി. പിന്നെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെയാണ്? ഫസ്റ്റത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അത് തന്നെ, രണ്ടാമത്തെ ക്ലാസിന്റെ ഫ്രീക്വൻസി പ്ലസ് ഫസ്റ്റിന്റെ ക്യുമുലേറ്റീവ്, ദാറ്റ് ഇസ് 15, 19 plus 15 അടുത്തതിന്റെ 14 to 34 അടുത്തതിന്റെ, അങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്യാം. ദെൻ ഇതിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? n by 2. n by 2 എന്ന് പറഞ്ഞെങ്കിൽ n എന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ ഈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഉണ്ടല്ലോ, ഈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എത്രയുണ്ടെന്നുള്ളത് നോക്കുക. ദാറ്റ് ഇസ് 50 ആണ്. 50 by 2 is equal to 25. ഇത് ആഡ് ചെയ്യുമ്പോൾ ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ 25. ഈ 25 എന്ന് പറയുന്നത് കിടക്കുന്നത് ഇവിടെയാണ് അല്ലേ. ഈ 25നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ 25ന്റെ റേഞ്ച് എന്ന് പറയുന്നത് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഫ്രീക്വൻസി 25 എന്ന് പറയുന്ന ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 15നേക്കാളും കൂടുതലാണ്, എന്നാൽ 34നേക്കാളും താഴെയാണ്. സോ 15ന്റെയും 34ന്റെയും ഇടയിലായിട്ടാണ് നമ്മളുടെ cumulative frequency ആയിട്ടുള്ള 25 വന്നിട്ടുള്ളത്. സോ വി ആർ ടേക്കിംഗ് ദ റേഞ്ച് 35 to 45. ഈ റേഞ്ചിലുള്ള ഫ്രീക്വൻസിയാണ് നമ്മൾ മീഡിയന്റെ ക്ലാസ് ആയിട്ട് എടുക്കുന്നത്. സോ ഇതിന്റെ ലോവസ്റ്റ്, സോ 35 to 45 ആണ് നമ്മളുടെ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. ഈ 35 to 45 എടുക്കുകയാണെങ്കിൽ ഈ L എന്ന് പറയുന്ന നമ്മൾ ഒക്കേഷനിൽ കൊടുക്കേണ്ട L എന്ന് പറയുന്നത് ലോവസ്റ്റ് ലിമിറ്റ് ആണ്. നമ്മൾ എടുത്ത ക്ലാസ് ഇന്റർവെല്ലിന്റെ ലോവസ്റ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 35 to 45 ആണെങ്കിൽ 35 ആണ് ഇതിന്റെ ലോവസ്റ്റ് ലിമിറ്റ്. ദെൻ 25 എന്ന് പറയുന്നത് n by 2 ആണ്. ദെൻ -15 എന്ന് പറയുന്നത് ഈ 35 to 45 എന്നുള്ള റേഞ്ച് എടുക്കുന്ന സമയത്ത് അതിന് തൊട്ട് മുന്നിലായിട്ട് വരുന്ന ഫ്രീക്വൻസിനെയാണ് നമ്മൾ C എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് പ്രിസീഡിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 35 to 45ന് നേരെ മുകളിലുള്ള ഫ്രീക്വൻസി, ദാറ്റ് ഇസ് -15. ദെൻ ഡിവൈഡഡ് ബൈ 19. 35 to 45ന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 19 ആണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 40 ഇത് 35 plus 10 divided by 19 into 10, that is equal to 35 plus 5.263. So we will get 40.263. So this is the frequency, median class of this observation. Okay, ഇതിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് വേറെ ഒന്നുമില്ല. ഈ പെർട്ടിക്കുലർ ഈ ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ആവറേജ് കാണുമ്പോൾ കിട്ടുന്ന n by 2ന്റെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ റേഞ്ച് കാണുന്നത്. n by 2 എന്ന് പറഞ്ഞെങ്കിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കുകയാണെന്ന് വെച്ചാൽ 15ന്
മുകളിലുമാണ് 34 താഴെയാണ്. സോ വി ആർ ടേക്കിംഗ് ദ ഇന്റർവൽ 35 to 45.